ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും തിരുവാതിരയാണ്. ഇന്നലെയും തിരുവാതിര കുറച്ചുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ബാക്കിയാണ്. അപ്പം ഇന്നലെ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇന്ന് വൈകിട്ട് നാട്ടിൽ പോകുമെന്ന്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പല കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പാക്കിംഗ് ഒക്കെ ഇന്നലെ ഞങ്ങൾ തീർത്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് ഫുഡ് കൊണ്ടുപോകണം, ട്രെയിനിൽ കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുപോകണം. രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഗോതമ്പ് ദോശയാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ശ്രീഹരിക്ക് ഇന്നലത്തെ കൂട്ടാൻ എല്ലാം ഇരിപ്പുണ്ട്, പ്ലസ് ചോറും കൂടെ വെച്ചാൽ മതി. പിന്നെ ഞാൻ കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ച് അതും ഞാൻ കുറച്ച് ചെറുപയർ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ചീര എന്ന് പറഞ്ഞാൽ പാലക്കായിരുന്നു ഇരുന്നത്. പാലക്കും ചെറുപയറും കൂടെ മിക്സ് ചെയ്ത് ഒരു മെഴുക്കുരട്ടി പോലെ ആക്കി. കാരണം തേങ്ങ ഇതൊക്കെ തീർന്നു ആയിരുന്നു രാവിലെ ചമ്മന്തി വെച്ചത്. പിന്നെ ഞാൻ ഇനി ഒരു തേങ്ങ ഇരിപ്പുണ്ട്, അത് ഞാൻ പൊട്ടിച്ച് തിരുമ്മിയില്ല, കാരണം വേസ്റ്റ് ആവും വെറുതെ. അതവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും കുഴപ്പമൊന്നും പറ്റത്തില്ല, അത് കേടാവത്തില്ല തേങ്ങ. ഇപ്പോൾ ശ്രീഹരിയുടെ ചോറ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീഹരി ഉച്ചയ്ക്ക് വരും, വൈകുന്നേരം പോകണമല്ലോ, വൈകുന്നേരം പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ശ്രീഹരിയുടെ ചോറ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചപ്പാത്തിയുടെ കൂടെ ചെറുപയർ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതും തക്കാളി, നോ ഒനിയൻ നോ ഗാർലിക് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു കറി, ഒരു നോ ഒനിയൻ നോ ഗാർലിക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിചാരിച്ചാൽ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. കാരണം എനിക്ക് എന്തെങ്കിലും രാത്രിയിൽ, കാരണം എനിക്ക് വിശക്കും. ഉച്ചയ്ക്കാണെങ്കിലും ഞാൻ ചപ്പാത്തി തന്നെയാണ് തിന്നുന്നത്. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് യാത്ര ഉള്ളതുകൊണ്ട് എനിക്ക് വിശക്കും. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ്, ട്രെയിനിൽ കയറിയിരുന്ന് കഴിക്കാൻ, 8:45 തോന്നുന്നു ട്രെയിന്. ഞങ്ങൾ അതിന് മുമ്പേ ട്രെയിനിൽ കയറിയിരുന്ന് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും കിടക്കാനുള്ള പതുക്കെ ഇതാവും, ഞങ്ങൾ കയറി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും. അപ്പം വെറുതെ ഫുഡ് എടുത്ത് ഒരു ഇതാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രെയിൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ വരുന്നതിന് മുമ്പ് കഴിക്കുമെന്നൊക്കെയാണ് ഇപ്പം പ്ലാൻ. ചിലപ്പം ട്രെയിനിൽ കയറിയിട്ട് വരത്തില്ല, സാധാരണ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. ട്രെയിൻ വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 8:45 ട്രെയിൻ, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഏത് ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, എന്തോ ബുക്ക് ചെയ്തിരിക്കുക. ഞാൻ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ അധികം അങ്ങോട്ട് എനിക്ക് ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത്. അതൊക്കെ ശ്രീഹരിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാനങ്ങനെ സാധാരണ എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് പോകുമ്പോൾ 8:45 ട്രെയിനും ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വൈകിട്ട് 7 മണിയുടെ ട്രെയിനും 6:30-7 മണിക്കുള്ള ട്രെയിനുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സെയിം അതൊക്കെ ആണെങ്കിൽ അത്. പിന്നെന്താണ്, അങ്ങനത്തെയാണ് ഇന്നത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇനി ഞാൻ അവിടെ ഒരു കിളി വന്നിരുന്നു, അത് നോക്കിയത്. അത് മറ്റേ തൊപ്പിക്കാരൻ കിളി, തൊപ്പി ഇങ്ങനെ വെച്ച പോലെയുള്ള കിളി, അതിങ്ങനെ വന്നിരുന്നപ്പോഴത്തേനും ഞാൻ നോക്കിയത്. എൻ്റെ ശ്രീഹരിയുടെ ചോറടിക്കുന്നുണ്ട്. അപ്പം ഞാൻ കറി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി പിന്നാണേലും, ചപ്പാത്തി ഓൾറെഡി ഇപ്പം കുറച്ച് ഞാനങ്ങ് അടച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉച്ച കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്കൊന്ന് പുറത്തു പോയി കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പ്രത്യേകിച്ചും മരുന്നും കാര്യങ്ങളും, പിന്നെ അതൊക്കെ തീർന്നിരുന്നത്, അപ്പം അത് വാങ്ങിച്ചു വെക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് ചില്ലറ ഐറ്റംസ്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. നമ്മൾ ട്രെയിനിൽ പോകുന്നതല്ലേ. എൻ്റെ ഒരു കണക്ക് ഞാൻ 4 വിസിലാവുമ്പോഴത്തേനും അടിച്ചങ്ങ് ഓഫ് ചെയ്തിടും. എൻ്റെ അരിക്ക് അതാണ് പാകം. മട്ടേരിയാണ് അത്. ഒരു എന്താ പറയുന്നത്, ഒത്തിരി വലിയ ബർണറിലും അല്ല, ചെറിയ ബർണറിലും അല്ലാത്ത ഒരു ഇടത്തരം ബർണറുകൾ കാണത്തില്ലേ, അതിലാണ് ഞാൻ സാധാരണ വെക്കുന്നത്. ഇത് വെച്ച് ഒരു 4ാമത്തെ വിസിൽ, അല്ലെ സൂക്ഷ്മദർശിനിക്കകത്ത് പറയുന്ന പോലെ 4 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്യും. കുക്കർ ഓഫ് ചെയ്ത് അവിടെ ഇടും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞെടുക്കും. എന്നിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വേവിന് കറക്റ്റാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി വേകാതെ, ഞങ്ങൾക്ക് ശകലം വേകണം, എന്നാൽ കുഴഞ്ഞു പോവല്ല, പക്ഷേ വേകണം.
നമുക്ക് കയ്യിലിടുമ്പോൾ ഈ മലര് പോലെ തൊടുമ്പോഴത്തേനും മലര് പോലെ ഒന്നും ഇങ്ങനെ തോന്നിക്കല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പം. അപ്പം എൻ്റെ ഒരു കണക്ക് ഇതാണ്, ഞാൻ കണ്ടുപിടിച്ച ഒരു കണക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ നേരെ നമുക്ക് ആ കറി അങ്ങ് ഉണ്ടാക്കിയല്ല, കാരണം ശ്രീഹരിയുടെ ഫുഡെല്ലാം റെഡിയാണ്. അപ്പം ആ കറി അങ്ങ് ഉണ്ടാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, ഞാൻ ചപ്പാത്തി ആ കറിയും കൂടെ കഴിക്കും. പിന്നെ ശ്രീഹരിക്ക് ചോറുണ്ട്, ഈ ചീരയും പയറും കൂടെ ഉള്ള മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെന്താണ് ഇത് എന്തായിരുന്നു പച്ചടി ഇരിപ്പുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. പിന്നെ ഈ ചീരയും പയറും കൂടെ ഉള്ള മെഴുക്ക് പുരട്ടി ശ്രീഹരി എനിക്കിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി അതിനകത്ത് ചേർത്ത് പോയി. ഇപ്പോൾ ഓർക്കൊന്നും ചേർക്കണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ശ്രീഹരി നല്ല എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് റെസിപ്പി ഇടാവേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ചീരയും പയറും കൂടുള്ള മെഴുക്ക് പുരട്ടി. അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ചേർത്തില്ലായിരുന്നെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഇത് കുരുമുളകും പച്ചമുളകും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു നല്ലൊരു ചീരയും പയർ പ്രോട്ടീനും ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു സാധനമാണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പി പിന്നെ ഒരിക്കൽ പോസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ. അപ്പം ഞാനിവിടെ തക്കാളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിളായിട്ട് ഇത് രണ്ടും മാത്രമേ ചേർക്കത്തുള്ളൂ. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കത്തില്ല. രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി എൻ്റെ കയ്യിലുണ്ട്, അത് 2 എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുപയർ ഓൾറെഡി എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി അരിഞ്ഞ്, ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം ഇട്ട് എണ്ണയല്ല നെയ്യ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. എന്നിട്ട് ജീരകമൊക്കെ ഒന്ന് മൂപ്പിച്ച് തക്കാളി വഴറ്റി, പച്ചമുളകും തക്കാളിയും കൂടെ വഴറ്റി വേവിച്ച പയറും ചേർത്ത് കുറച്ച് കുരുമുളക് അതിൻ്റെ മുകളിൽ. മുളക് പൊടി ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം. മുളക് പൊടിക്ക് പകരം പച്ചമുളകും കുരുമുളകും ചേർക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ഈ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം. ഇന്ന് ഞാൻ കൂടുതൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ പോകാൻ ലേറ്റ് ആകും. അപ്പം ഇന്ന് കൂടുതൽ സംസാരം ഇനിയില്ല. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എൻ്റെ നെയ്യൊക്കെ തീർന്നു, എനിക്കിനി പോയിട്ട് വന്നിട്ട് വേണം നെയ്യൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ പൂത്തെടുക്കുകയാണ് ഈ നെയ്യ്. കുറച്ച് വെളിച്ചെണ്ണ, ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ശകലം ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഉണ്ടല്ലോ ഒരു സോസ് പരുവത്തിലാകണം, അത്രയും നേരം വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ തക്കാളി മാത്രമുള്ള തക്കാളിക്ക് ഒരു പച്ചക്കുത്തലുണ്ട്, അതിങ്ങനെ ചിലപ്പോൾ എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇന്ന് ഇങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കുകയാണ്. ഒരു സോസ് പരുവത്തിലായാൽ മതി. ഇപ്പം കണ്ടോ, ഈ നല്ലപോലെ വെന്തുടഞ്ഞ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് വേറെ ഒരു പൊടിയും ചേർത്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് നമുക്ക് പയർ ഇട്ടതിന് ശേഷം ചേർക്കാം. നമുക്ക് ഈ ചെറുപയർ വേവിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞങ്ങളിവിടെ എരിവ് പൊതുവെ കുറവാണ്.
ഒത്തിരി എരിവ് ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി മതി. എന്നിട്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞേ പാക്ക് ചെയ്യുന്നുള്ളൂ, ഉച്ച കഴിഞ്ഞാൽ പാക്ക് ചെയ്യുന്നുള്ളൂ. ചപ്പാത്തി ഇപ്പം ഞാൻ ഉണ്ടാക്കി അങ്ങ് വെക്കാൻ പോവാണ്. ഞാൻ നേരത്തെ തീർക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിലേ ഭയങ്കര ഇനിയും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെക്കണം. പിന്നെ എനിക്കൊന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ ഇനിയിപ്പോൾ എടുക്കുന്നില്ല. കാരണം ആ വീഡിയോ എടുത്ത് വരുമ്പോൾ ആ ഒരു സ്പീഡിൽ സംഭവം കാര്യങ്ങൾ നീങ്ങത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് വന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മരുന്നുകളും പിന്നെ കുറച്ച് ഒരു പേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള അല്ലറ ട്രെയിനിൽ പോകുമ്പം ഞങ്ങൾ ഡോളോ ട്രെയിൻ ഇങ്ങനെയുള്ള യാത്രകളിൽ പനിക്കുള്ള മരുന്ന്, പനി, തലവേദന, പിന്നെന്താ ലൂസ് മോഷൻ എന്നുള്ള മരുന്നുകളൊക്കെ കഴിക്കരുത്. അപ്പം അതെല്ലാം ഒന്ന് മേടിച്ച് റെഡിയാക്കി വെക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ഞാൻ ഇടും. അതിനി പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനെടുക്കാം. ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ആ ഒരു വീഡിയോ ഇടണമെന്ന്. പക്ഷേ എനിക്ക് അത് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ക്യാമറയൊക്കെ വെച്ച് അത് ഭയങ്കര പാടായിട്ട് തോന്നും. ആ ഒരു മെനക്കേട് ഓർക്കുമ്പം ഞാനങ്ങ് വിടും. ഇന്ന് എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ ഇന്ന് എനിക്ക് പിന്നെ അത് മെനക്കിടാനുള്ള ഒരു മനസ്സില്ല. കാരണം ഓൾറെഡി കുറെ പണിയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് കാണാം. ഇതൊന്ന് തിളച്ച് എല്ലാം കൂടെ ഒന്ന് സെറ്റാട്ടെ. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ ഭയങ്കര എന്തായാലും ഉള്ളിയും വെളുത്തുള്ളി, ഈ പറഞ്ഞ പോലെ ചെറുപയറാകുമ്പം കുറച്ച് വെളുത്തുള്ളിയും പിന്നെന്താ സബോളയും ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ വെക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഗരം മസാല ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഞാനിങ്ങനെ പ്ലെയിനായിട്ട് എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഗരം മസാല ഒന്നുമില്ല. ജസ്റ്റ് എന്താ പറയുന്നത്, ജീരകമിട്ട് കടുക് വറുത്ത് പച്ചമുളക് മൂപ്പിച്ച് തക്കാളി നന്നായിട്ട് വഴറ്റി വേവിച്ച് പയറും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. തിളപ്പിച്ച് നല്ല എന്താ പറയുന്നത്, ഇത് കുറച്ച് കഴിയുമ്പം ഞാൻ പോകാൻ സമയമാകുമ്പോഴത്തേനും ഇതൊന്ന് വറ്റി ഒന്ന് കുറുകി കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ചോട്ടെ. അടച്ച് വെച്ചൊന്ന് റെഡി ആക്കോട്ടെ. വറ്റി ഒരു കുറുക്കൽ വരും ഞാൻ പാക്ക് ചെയ്യാൻ സമയമാകുമ്പോഴത്തേനും. അപ്പം അതുകൊണ്ട് ഇത് ചിലപ്പം ഏതെങ്കിലും ഒരു മറ്റേ ഞാൻ പാത്രം എടുക്കത്തില്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയായിരിക്കും ചപ്പാത്തിയുടെ കൂടെ മുട്ട റോസ്റ്റ് പോലെ ആക്കിയെടുക്കും, ഒട്ടും വെള്ളമില്ലാതെ. അപ്പം നമുക്ക് ഇലയിൽ തന്നെ ഇങ്ങനെ ചപ്പാത്തിയും വേറൊരു ചെറിയ ഇല ഇത് അത് പൊതിഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ശകലം ആ ചപ്പാത്തിയിലേക്ക് അതിൻ്റെ എണ്ണമയൊക്കെ വീണാലും കുഴപ്പമില്ല. ആ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് അതൊരു ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് ഞാൻ ചപ്പാത്തി ഈ കറിയുടെ പരുവ് അനുസരിച്ച് ഇത് ഞാൻ എടുക്കാറാകുമ്പോൾ ഏത് രീതിയിലാകുന്നു എന്നനുസരിച്ചിരിക്കും ചിലപ്പം ഞാനിങ്ങനെ കട്ടിക്കെടുത്ത പയറ് നമുക്കിങ്ങനെ പുഴുക്ക് പോലെ കട്ടിക്കെടുക്കാമല്ലോ, ആ ഒരു പരുവത്തിന് വരുവാണെങ്കിൽ ഞാൻ ഇലയിൽ തന്നെ പൊതിയും. കാരണം ഇലയിൽ പൊതിഞ്ഞ് കഴിക്കുന്നത് അതിനൊരു ഭയങ്കര ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ഞാൻ ഇലയിൽ പൊതിഞ്ഞാണ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കൃത്യമായിട്ട് കുറച്ച് സ്വാദായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ട്രെയിനിൽ അത്രയാണേലും. അപ്പം അങ്ങനെ ഞാനിത് ആക്കി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടെ. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് കാറ് കയറി കഴിയുമ്പോൾ തൊട്ട് ഞാൻ എല്ലാം അടച്ചു കൂട്ടും. പിന്നെ എന്തെങ്കിലും ഷോർട്സ് മാത്രം, നിങ്ങൾ നാട്ടിലെ ചില വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് ചിലപ്പം ഞാനല്ല ശ്രീഹരിയൊക്കെ എടുക്കുന്നത് ഒന്നിപ്പിച്ചായിരിക്കും. എന്താ എപ്പോഴാ ചോറുണ്ടെന്ന്? ചോറൊക്കെ ആയിരിക്കും. ആണോ? പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും മാറും.
എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഇവിടെ വന്ന ആ ഒരു ഫ്ലോ അങ്ങ് പോയി. പിന്നെന്താ പറയുന്നത്, പിന്നെ നമ്മൾ ആ ഒരു അപ്പം എനിക്കൊന്നും ചെയ്യാൻ, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് കുറച്ച് നേരം നമ്മൾ ഇത്രയും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടല്ലേ എനിക്ക് ചുമ്മാ ഇരിക്കാനാ തോന്നുന്നു. പിന്നെ യാത്രകളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞാൻ വേണമെങ്കിൽ എനിക്ക് യാത്രയൊക്കെ എടുക്കാൻ പറ്റും. ശ്രീഹരി എന്നോട് ചോദിക്കും നിനക്ക് അതൊക്കെ എടുത്താൽ എന്താന്ന്, ഈ കാറിലിരിക്കും വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എടുത്താൽ എന്താന്ന്. പക്ഷെ എനിക്കെന്തോ അങ്ങോട്ടൊരു മൂഡ് തോന്നത്തില്ല. ഇത്തവണ എനിക്ക് ശ്രമിച്ചു നോക്കണമെന്നുണ്ട് നാട്ടിൽ പോകുമ്പം, നാട്ടിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന്. അപ്പം പക്ഷെ എനിക്ക് ഇത് കഴിഞ്ഞാൽ ഞാനെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് വെക്കും. അതാണ് മെയിൻ കാര്യം. അതാണ് ഞാൻ കൂടുതലും നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് എടുക്കുന്നതിൻ്റെയും കാര്യം അതാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെറ്റായി വരാനും 2-3 ദിവസം വേണം. അങ്ങനത്തെ കുറച്ച് നാട്ടിലെ വീഡിയോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമാണ് വന്നു കഴിയുമ്പോഴത്തേനും. കാരണം എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണ്ട, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിക്കത്തില്ല. എന്നുവെച്ചാൽ ആ സമയം അപ്പോഴെനിക്കോട്ട് മെനക്കെടാനും തോന്നത്തില്ല. ഇവിടെ ഞാൻ അങ്ങോട്ട് മെനക്കെട്ട് ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നോ അല്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു തോന്നത്തില്ല. അതാണ് മെയിൻ കുഴപ്പം. ഇപ്രാവശ്യം അതൊന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങനെ വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എടുക്കോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഷോർട്സ് ഒക്കെ ചുമ്മാ എടുക്കുമായിരിക്കും. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ശ്രീഹരി കൂടുതൽ എന്നെക്കാളിലും കൂടുതൽ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീഡിയോസ്, ഇവിടെ വെച്ച് ശ്രീഹരി അങ്ങനെ വീഡിയോ എടുക്കാറേ ഇല്ല. വീഡിയോ വല്ലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമ്പം എടുക്കും. പിന്നെ പുറത്തു പോകുമ്പോഴൊക്കെ കൂടുതലും ഞാൻ എടുക്കുന്നത് ഇവിടെ ചെറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന രീതിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഷോർട്സ് പോലൊക്കെ എടുത്തു തരുമെന്ന് വിചാരിച്ചൊരു കണ്ടിന്യൂസ് ആയിട്ട് ശ്രീഹരി അങ്ങനെ വീഡിയോ എടുക്കത്തേ ഇല്ല. നാട്ടിൽ പോയി കഴിയുമ്പം ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ശ്രീഹരി ഷോർട്സ് ഒക്കെ എടുക്കും. നാട്ടിലവിടെ കറങ്ങി ഞാനിങ്ങനെ ഇങ്ങനെ ഷോർട്സ് എടുക്കാതെ ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുമ്പോൾ ശ്രീഹരി അങ്ങനെ എടുക്കും. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടുക്കുകയില്ല എന്ന് കണ്ടറിയാം. അപ്പം ഞാനിനി എൻ്റെ പരിപാടികളിലേക്കൊക്കെ പോട്ടെ. ഉച്ചയ്ക്ക് സമയമായി വരുന്നു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ശ്രീഹരി ഇതാണ് കഴിച്ചത്. ചോറും കുമ്പളങ്ങ പുളിശ്ശേരിയും പച്ചടിയും ആ ഒരു മെഴുക്ക് വരട്ടി അച്ചാറും. നമ്മുടെ പയർ ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിയുമ്പം ഇരുന്ന് കുറച്ചുകൂടെ അങ്ങ് വറ്റും. അപ്പോൾ ഇപ്പം ഞാൻ 2 ചപ്പാത്തിയും ഈ ഒരു പയറിൻ്റെ ഈ ഒരു കൂട്ടാനുമാണ് കഴിച്ചത് ഉച്ചയ്ക്ക്. രാത്രിയിലും ഞാൻ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു, ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് പുറത്ത് പോകണം. ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മഴ വരുന്നു. മഴക്കാർ ഭയങ്കരമായിട്ട് കാണുന്നു. അയ്യോ, വൈകുന്നേരത്തെ പോക്ക് മഴയാണെങ്കിൽ ആളിമൂളിയായിരിക്കും. അപ്പോൾ പിന്നെന്താണ്, അങ്ങനെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്ത് ഇനി ഒന്ന് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പം ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഇതാണ് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അടച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതിരിക്കുമോ എന്നറിയത്തില്ല. പിന്നെന്താ, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല.
അവിടെ നിന്നെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫുഡെല്ലാം പാക്ക് ചെയ്യുകയാണ്. ഞാനിങ്ങനെ വാഴയിലയിലൊക്കെ പാക്ക് ചെയ്താൽ കൊണ്ടുവന്നല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും എടുക്കാറില്ല. കാരണം കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഇതങ്ങ് കളഞ്ഞാൽ മതിയല്ലോ, സൗകര്യം അത് തന്നെയാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കറി എടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഈ കറിയുടെ എന്തെങ്കിലും കുറച്ച് അതിൻ്റെ ചാറിൻ്റെ എന്തെങ്കിലും ഇത് ചപ്പാത്തിയുടെ മേളിൽ വീണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ മിക്കവാറും ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, ഇതിപ്പം എന്താ പറയുക, ചിലപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയും മുളകും ആയിരിക്കും എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇതുപോലെ ഇലയിലൊക്കെ പൊതിഞ്ഞ് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. മറ്റേ പാത്രത്തിലൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നതിലും ഇത് ഞങ്ങൾ അങ്ങ് കളയും. കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ 2 പൊതി കെട്ടി. എന്നിട്ട് ഞാൻ ഒരു ബാഗുണ്ട്, ഇത് ഞാൻ വാങ്ങിച്ചതാണോ അതോ എനിക്ക് ഫ്രീ കിട്ടിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിനകത്താണ് ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള, ഇതിനകത്തൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു 2-3 നേന്ത്രപ്പഴം കാണും, പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡും ഇതും കൂടെ വെച്ച് അങ്ങ് ആ സിബിട്ട് ലോക്ക് ചെയ്ത് ഇത് പ്രത്യേകം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ബാഗുകൾ കൂടുതൽ തുറക്കടയ്ക്കൊന്നും ചെയ്യേണ്ട, അതവിടെ അങ്ങ് ഇരുന്നോളും. എവിടെയെങ്കിലും ഒന്ന് വെച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ഇരുന്നോളും. ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ മതി. ഞാൻ ഇതിനകത്താണ് എടുത്തുകൊണ്ട് പോകുന്നത്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ മൈക്കൊക്കെ ഊരി പാക്ക് ചെയ്ത് ചാർജ് ചെയ്ത് ഞാൻ പാക്ക് ചെയ്തു. ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി, ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ഞാൻ ഇനി ഇടും, എനിക്കിടണം. പക്ഷേ ഇന്ന് എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. ഒരു ദിവസം ഇനി എപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പം വീഡിയോ ഇടും. പക്ഷേ ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലീൻ ചെയ്യത്തില്ല. എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് അറിയത്തില്ല. ഇവിടെ ആകെപ്പാടെ ഭയങ്കര ബഹളം. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ഞാനെന്ത് എൻ്റെ നാരങ്ങ ഇരിക്കുമ്പം നാരങ്ങ തിളപ്പിച്ച് ആ വെള്ളം സ്പ്രേ ചെയ്ത്, അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് ഇങ്ങനെ തുണി വെച്ച് ഒപ്പി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ വിനാഗിരി ഇട്ട് ക്ലീൻ ചെയ്യും. അത്രയാണുള്ളത്. പിന്നെ അങ്ങനെ ഇനിയിപ്പം ചെറിയ കുറച്ച് പാക്കിങ്ങുകളുണ്ട്, അതല്ലാതെ ബാക്കിയെല്ലാം തീർന്ന്. എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ കട്ടയും പടവും മടങ്ങി. അപ്പോൾ ഇനിയിപ്പം മഴ 2025 ആദ്യത്തെ മഴ ഇന്ന് നാളെയുമായിട്ട് ബാംഗ്ലൂർ പെയ്യും എന്ന് പറയുന്നു. ബാംഗ്ലൂരിലെ മഴ അറിയത്തില്ല, ന്യൂസ് കണ്ടു. ഇനിയിപ്പം ഞാൻ പോയി എന്താ പറയുന്നത്, ഒന്ന് മേല് കഴുകും, റെഡിയാകും. അപ്പോഴത്തേനും സന്ധ്യയാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ 8:45 ഞങ്ങളുടെ ട്രെയിന്. പക്ഷേ ഇവിടുത്തെ എന്താ പറയുന്നത് ബ്ലോക്കിൽ നമുക്ക് 6:30 ആകുമ്പോൾ ഇറങ്ങിയാലേ നമ്മൾ ട്രെയിൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 6:30 ആകുമ്പോഴത്തേനും ഇറങ്ങും. അതാണ് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. അപ്പം ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എല്ലാം റെഡി ആയിട്ട് പോകാൻ നേരത്ത് കാണാം. അപ്പം ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി. യൂബർ വിളിച്ചിട്ടുണ്ട്, അത് വരും, താഴെ ഇപ്പം വരും, അതിലാണ് പോകുന്നത്. ഞങ്ങൾ സ്വല്പം നേരത്തെയാണ് പോകുന്നത്. വഴിയിൽ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയത്തെത്താൻ ചിലപ്പം പറ്റില്ല. ഇവിടുത്തെ കാര്യമുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങോട്ട് ഇറങ്ങി എത്ര നേരം കിടക്കുന്നു, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നേരത്തെ ഇറങ്ങി യൂബർ വന്നു. ഞാൻ യൂബറിനകത്ത് ഇരുന്ന് ഒരു പരിപാടിയും ഫോണിൽ ചെയ്യാറില്ല, കാരണം എനിക്ക് ഛർദ്ദിക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് അപ്പം ഞാൻ ഫോണൊക്കെ മടക്കി വെച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാണ് ഞാൻ ഫോൺ പിന്നെ കയ്യിലെടുത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് കഴിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിച്ചിട്ട് വേണം നമ്മുടെ ട്രെയിൻ വരുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ശ്രീഹരിയുടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി, പയർ കറി, ഈ പയറിൻ്റെ കൂടനും പറഞ്ഞ പോലെ ടേസ്റ്റ് എന്ന് പറയാൻ മറ്റേ ഉള്ളിയും സബോളയൊക്കെ വെളുത്തുള്ളിയും സബോളയും എല്ലാം ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇത് പക്ഷേ നമുക്ക് ടേസ്റ്റ് മീൻസ് ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല.
നമുക്ക് കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര വലിയ കറിയെന്ന് ഞാനിതിന് അവകാശപ്പെടത്തില്ല. ടേസ്റ്റ് സാമാന്യം ഭേദമില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഞങ്ങളുടെ കോച്ച് വരുന്ന സ്ഥലത്തേക്ക് പോയി അവസാനം ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കണം, എവിടെയെങ്കിലും പോയി ഒരു ഇരിപ്പ് ഉറപ്പിക്കണം. കുറച്ച് നേരം കൂടെ ഉണ്ട് ഇനി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനം ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ വന്നു, കയറി കിടന്നു. പിറ്റേ ദിവസം രാവിലെയായി. ഇതിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ഒരു ഭാഗമാണ്, ഇരിഞ്ഞാലക്കുട എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഭാഗം ഞാൻ ചുമ്മാ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ വെളുപ്പിന് ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ ഇതൊരു നാട്ടിൽ പോകുന്നതിൻ്റെ ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.